ഘടകകക്ഷികളെ കയ്യിലെടുത്ത് കെ.സി. വേണുഗോപാൽ യു.ഡി.എഫിലെ അസ്വാരസ്യങ്ങൾ ഇല്ലാതാക്കാൻ സൂപ്പർ മീഡിയേറ്ററായി പ്രവർത്തിക്കുന്നത് കെ.സിയുടെ രാഷ്ട്രീയ വിജയം. സമുദായ സംഘടനകളെ യു.ഡി.എഫിലേക്ക് അടുപ്പിക്കാൻ ഗാന്ധിജി ഗുരു കൂടിക്കാഴ്ച ആഘോഷമാക്കുന്നു. രാഹുൽ ഗാന്ധിയും കെ.സിയും കേരളം തിരിച്ചുപിടിക്കാൻ നടത്തുന്ന നീക്കങ്ങളിൽ ഘടകകക്ഷികൾക്ക് പൂർണ്ണ സംതൃപ്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സംസ്ഥാന കോൺഗ്രസിലെയും യു.ഡി.എഫിലെയും പ്രതിസന്ധികളും വർദ്ധിക്കുന്നുണ്ട്. ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന വിലയിരുത്തൽ ശക്തമായതും സാധ്യതകൾ വർദ്ധിച്ചതുമൊക്കെയാണ് യു.ഡി.എഫിനുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. എന്നാൽ എല്ലാ വിഷയങ്ങളും മറികടക്കാൻ യു.ഡി.എഫിലെ പ്രധാന താരം കെ.സി. വേണുഗോപാലാണ്. യു.ഡി.എഫിലെ ഉഭയകക്ഷി ചർച്ചകളിൽ വഴിമുട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പി.ജെ. ജോസഫും ഷിബു ബേബി ജോണും അനൂപ് ജേക്കബും അടക്കമുള്ള ഘടകകക്ഷി നേതാക്കൾ കെ.സി. വേണുഗോപാലിനെ നേരിൽ ചെന്ന് കാണുകയാണ്. ഹൈക്കമാൻഡിന്റെ പ്രതിനിധി എന്നതിലുപരി രാഹുൽ ഗാന്ധിയുടെ അതിവിശ്വസ്തൻ എന്ന പദവിയാണ് ഘടകകക്ഷികൾക്കിടയിൽ അദ്ദേഹത്തിന് ഈ സ്വീകാര്യത നൽകുന്നത്. ഘടകകക്ഷികളെ കേൾക്കാനും പ്രതിസന്ധി മറികടക്കാനുള്ള വഴികൾ മുന്നിലുണ്ടെന്ന് സമാശ്വസിപ്പിക്കാനും കെ.സിക്ക് സാധിക്കുന്നുണ്ട്. ഘടകകക്ഷികളുമായുള്ള ഈ ഇഴയെടുപ്പം ഭാവിയിൽ തനിക്ക് ഗുണം ചെയ്യുമെന്ന തിരിച്ചറിവിലാണ് കെ.സിയുടെ ഓരോ നീക്കങ്ങളും. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസിൽ പതിവുള്ള ഗ്രൂപ്പ് യോഗങ്ങളും പരസ്യ പ്രസ്താവനകളും പോസ്റ്റർ യുദ്ധങ്ങളും ഇത്തവണ പൂർണ്ണമായും അപ്രത്യക്ഷമായി. ഇതിന് കാരണം കർശനമായ ഹൈക്കമാൻഡ് മേൽനോട്ടമാണ്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച നിലവിലെ രീതികൾ പൊളിച്ചെഴുതും. കൃത്യമായ സർവേയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സീറ്റ് നൽകൂ എന്ന കർശന നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിക്കഴിഞ്ഞു. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തികഞ്ഞ ഗൗരവത്തോടെ കാണണമെന്നും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് ഒരു പ്രത്യേക ടാസ്കായി ഏറ്റെടുക്കണമെന്നും നിർദ്ദേശിച്ച് താഴെത്തട്ടിൽ പാർട്ടിയെ ചലിപ്പിക്കുന്നതിനാണ് കോൺഗ്രസ് ഇപ്പോൾ മുൻകൈയെടുക്കുന്നത്. ഇതിന് കെ.സിയും മേൽനോട്ടം വഹിക്കുന്നുണ്ട്. യു.ഡി.എഫ് നേതാക്കൾക്കും കോൺഗ്രസിനും ഇടയിലുള്ള മീഡിയേറ്ററായി മാറുന്ന കെ.സി വലിയൊരു തന്ത്രമാണ് കേരളത്തിൽ പയറ്റുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശിവഗിരി മഠത്തിന്റെ സഹകരണത്തോടെ മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ 100ാം വാർഷികം ആഘോഷിക്കാനുള്ള തീരുമാനം. കെ.സിയുടെ പ്രത്യേക താൽപര്യപ്രകാരം മാർച്ച് 6-ന് ആശ്രമം മൈതാനത്ത് നടക്കുന്ന ഈ പരിപാടിയുടെ ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഈ യോഗത്തിന് മുൻപ് ഘടകകക്ഷികളുമായുള്ള എല്ലാ പ്രശ്നവും തീരുമെന്നാണ് കെ.സി. വേണുഗോപാൽ യു.ഡി.എഫ് ഘടകകക്ഷികൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ. സുധാകരൻ, അടൂർ പ്രകാശ് തുടങ്ങിയ മുതിർന്ന നേതാക്കൾ കെ.സിയോട് ആഗ്രഹം അറിയിച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ആഞ്ഞടിച്ചാൽ വരും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തുമെന്നത് ഉറപ്പാണ്. സമീപകാല സർവേകളും ഈ സാധ്യതകൾ ശരിവെക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാന വാക്കായി ഹൈക്കമാൻഡ് പിന്തുണയുള്ള കെ.സി. വേണുഗോപാൽ മാറിക്കഴിഞ്ഞുവെന്ന് ഘടകകക്ഷികളും അംഗീകരിക്കുന്നു. കോൺഗ്രസ് നേതാക്കളും ഇത് തിരിച്ചറിയുന്നു. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച നിലവിലെ രീതികൾ പൂർണ്ണമായും പൊളിച്ചെഴുതുകയാണ്. സ്വാധീനങ്ങളുടെയോ ഗ്രൂപ്പുകളുടെയോ അടിസ്ഥാനത്തിലല്ല, മറിച്ച് കൃത്യമായ സർവേയുടെയും വിജയസാധ്യതയുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ സീറ്റ് നൽകൂ എന്ന കർശന നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിക്കഴിഞ്ഞു.